അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഇതിലൊരു കമ്പാരിസനാണ് ഹോണ്ട ഷൈനും ബജാജ് പ്ലാറ്റിനും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഏത് വണ്ടി എടുത്താലും നിങ്ങൾക്ക് കാശിന് ഗുണമുള്ളതെന്നും ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് 100cc ഹോണ്ട ഷൈനാണ്. ഈ SP സ്റ്റാർട്ട് ടെക്നോളജി എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല സൈലൻ്റ് ആയിരിക്കും. പിന്നെ ബാക്ക് സസ്പെൻഷനാണ് ഈ കാണുന്നത്. ഇത് സിംഗിൾ സ്പ്രിങ് വരുന്ന ഫിക്സഡ് ടൈപ്പ് സസ്പെൻഷനാണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സിംഗിൾ ഫോൾഡബിൾ ആയിട്ടുള്ള ബാക്ക് ഫുഡ് റെസ്റ്റ് വണ്ടിക്ക് വരുന്നുണ്ട്. സീറ്റ് നല്ല വലിപ്പമുള്ള സീറ്റാണ് കേട്ടോ. രണ്ടുപേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. ബാക്കിലെ ഗ്രാബ് റെയിൽ സിൽവർ കളറാണെങ്കിലും നല്ല സൂപ്പറായിട്ട് ബാക്കിൽ ഞങ്ങൾക്ക് കൈയ്യത്തിച്ച് പിടിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ടാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 9 ലിറ്ററാണ് ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. E20 ഫ്യൂൽ സപ്പോർട്ടറാണ്, ഫ്യൂൽ ഇഞ്ചക്ഷൻ എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. വണ്ടിയുടെ മീറ്റർ വരുന്നത് ഫുള്ള് അനലോഗ് ആണ്, അനലോഗ് മീറ്ററാണ് വണ്ടിക്ക് വരുന്നത്. അതിൽ ഇടത്തെ സൈഡിൽ വരുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നത് ഈ പറഞ്ഞ പോലെ ഓഡോമീറ്റർ വരും, പിന്നെ സ്പീഡിൻ്റെ കാര്യങ്ങളെല്ലാം കാണിക്കും. വലത്തെ സൈഡിലെ മീറ്ററിൽ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. വലത്തെ സൈഡിലെ മീറ്ററിൽ ഫ്യൂൽ ഗേജ് കാണിക്കും, പിന്നെ ന്യൂട്രൽ ലൈറ്റ്, ഡിമ്മ്, ബ്രൈറ്റ്, എഞ്ചിൻ മാൽ ഫങ്ഷൻ ഉള്ള ഡീറ്റെയിൽസ്, ഇൻഡിക്കേറ്ററിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം കാണിക്കും. നടുക്ക് ഹോണ്ടയുടെ അടിപൊളി ബാഡ്ജിങ് ഉണ്ട്. ക്ലാസിക് ആയിട്ടുള്ള നമ്മുടെ ഹോണ്ട ഷൈൻ 2005 പോലുള്ള ഹോണ്ട ഷൈൻ്റെ കീഴിലാണ് ഈ പ്രാവശ്യം വന്നത്. ഷൈൻ 100cc വൈസർ വന്നത് ഗ്ലോസി ബ്ലാക്ക് കളറിലാണ്. വൈസറിൻ്റെയും ഒരു ബോഡി ഗ്രാഫിക്സ് വരുന്നുണ്ട്. ഇൻഡിക്കേറ്റർ ഫിക്സഡ് ടൈപ്പാണ്, യെല്ലോ കളറിൽ ഇൻഡിക്കേറ്ററാണ്. ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ വരും. 17 ഇഞ്ചിലുള്ള നല്ല അടിപൊളി മാറ്റ് ബ്ലാക്ക് കളറുള്ള അലോയ് വീൽ വരുന്നുണ്ട്. മഡ് ഗാർഡ് വരുന്നത് ഹാർഡ് ഫൈബറാണ്. അഡീഷണലി റിഫ്ലക്ടർ വരും. ടയർ വരുന്നത് ട്യൂബ്ഡ് ടയറാണ്, 17 ഇഞ്ചാണ്. 275 17 ട്യൂബ്ഡ് ടയർ വരുന്നുണ്ട്. ഇതാണ് സൈഡ് വ്യൂ വരുന്നത്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് കോംബി ബ്രേക്ക് സപ്പോർട്ട് ഫ്രണ്ടിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 169 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരും. 99cc എഞ്ചിനാണ്. 5.6 kW പവറും വരും. 8.5 Nm ടോർക്ക് വരുന്നുണ്ട്. 4 സ്പീഡ് ട്രാൻസ്മിഷനാണ്. ഏകദേശം ഒരു 80 km മൈലേജ് വരുന്നുണ്ട്. 2024 മോഡൽ ഹോണ്ട ഷൈൻ 100cc ഓൺ റോഡ് കോസ്റ്റ് വരുന്നത് ഏകദേശം 81,900 82,000 രൂപ അടുത്താണ് ഈ വണ്ടിയുടെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. ഇതെല്ലാം ഹോണ്ടയുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. ഫിനാൻസ് സപ്പോർട്ട് കാര്യങ്ങളെല്ലാം വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഈ സെഗ്മെൻറ്റിൽ തന്നെ മറ്റൊരു വാഹനമായ ബജാജിൻ്റെ പ്ലാറ്റിന 100cc കുറിച്ച് സംസാരിക്കാം. 100cc പ്ലാറ്റിന എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം 90,000 രൂപ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. പക്ഷേ വണ്ടിയിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട്. മെറ്റീരിയൽസ് എല്ലാം നല്ല ഹെവി ക്വാളിറ്റിയാണ് ബജാജ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വൈസറിൽ തന്നെ പറയാം, വൈസറിൽ ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് വരുന്നുണ്ട്. ആ LED ലൈറ്റ്സ് സ്ട്രിപ്സ് എല്ലാം വരുന്നത് വൈറ്റ് കളറിലാണ്. നല്ല ഭംഗിയുള്ളതാണ്. നല്ല ദൂരെ നിന്ന് നല്ല വിസിബിലിറ്റി നമുക്ക് കിട്ടും. ഹാലജൻ ബൾബ്സ് ആണ് ഹെഡ്ലൈറ്റിൽ യൂസ് ചെയ്യുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ വരും. അത് കംഫർട്ടെക്കിൻ്റെ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. നമുക്കുള്ള ഗുണം എന്ന് വെച്ചാൽ ഇത് വളരെ സ്റ്റേബിൾ ആയിരിക്കും. വണ്ടി പെട്ടെന്ന് മറിയൊന്നുമില്ല. പിന്നെ സാധാരണ സസ്പെൻഷനേക്കാളും പൊക്കം കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് നിവർന്നിരുന്ന് വണ്ടി ഓടിക്കാം. ഡാമേജസ് ഇപ്പോൾ വലിയ വലിയ കുഴികൾ ചാടുമ്പോൾ ഡാമേജസ് കുറവാണ്. ഫ്രണ്ട് അലോയ് വീൽ വരുന്നത് 17 ഇഞ്ചാണ്, സിൽവർ കളറാണ്. ഫ്രണ്ട് ടയർ 275 17 MRFൻ്റെ അല്ലെങ്കിൽ C8 അല്ലെങ്കിൽ ബ്രിഡ്സ്റ്റോണൊക്കെ ആയിരിക്കും വരുന്നത്. അത് ട്യൂബ്ലെസ് ടയറാണ് വണ്ടിക്ക് വരുന്നത്. ഇതാണ് സൈഡ് വ്യൂ വരുന്നത്. ഫുള്ള് നല്ല അടിപൊളി മിക്സഡ് കളറായിട്ടുള്ള പ്ലാറ്റിനയുടെ ഗ്രാഫിക്സ് വരുന്നുണ്ട്. ഇനി എന്താ പറയുക, എഞ്ചിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണെങ്കിൽ 100cc ആണ് എഞ്ചിൻ വരുന്നത്. ഏകദേശം 7 bhp പവർ വരുന്നത്, 8 Nm ടോർക്ക് വരുന്നുണ്ട്. 90 km മൈലേജ് ഒരുപാട് കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട്. E20 ഫ്യൂൽ സപ്പോർട്ടറാണ്. OBD2 സെൻസർ എല്ലാം വരുന്നുണ്ട് വണ്ടിക്ക്. പിന്നെ അതിൻ്റെ മറ്റൊരു കളർ കൂടെ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ 100 മോഡലിലും ഇതാണ് സൈഡിൽ നിന്നുള്ള വണ്ടിയുടെ സ്പീഡോമീറ്റർ ആണ് വരുന്നത്. അടുത്ത ബാക്കി സ്പീഡോമീറ്ററും സ്പീഡ് കാര്യങ്ങളെല്ലാം കാണിക്കും. പിന്നെ ഓഡോമീറ്റർ കാണിക്കും. വലത്തെ സൈഡിൽ ഫ്യൂൽ ഗേജ്, നോർമൽ നോട്ടിഫിക്കേഷൻ എല്ലാം കാണിക്കും. മിററെല്ലാം നല്ല വലുപ്പത്തിലുള്ളതാണ്. വലത്തെ സൈഡിൽ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സും സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ചുമാണ് വരുന്നത്. ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഹാൻഡിൽ വരുന്നുണ്ട്. ഈ മോഡൽ 2024 പ്ലാറ്റിനയും E20 ഫ്യൂൽ സപ്പോർട്ടറാണ്. ഏകദേശം 11 ലിറ്ററാണ് അതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഫ്യൂൽ ഇഞ്ചക്ഷൻ അല്ല വരുന്നത്. ഫ്യൂൽ ഇഞ്ചക്ഷന് പകരം ഇലക്ട്രോണിക് കാർബറേറ്ററാണ് വരുന്നത്. വണ്ടിയിൽ 50 രൂപ അല്ലെങ്കിൽ 30 രൂപയുടെ പെട്രോൾ ഉണ്ടെങ്കിൽ പോലും വണ്ടി സ്റ്റാർട്ടാവും. ഡ്യുവൽ സ്പ്രിങ് യൂസ് ചെയ്തിട്ടുള്ള SNS സസ്പെൻഷനാണ് ബാക്കിൽ യൂസ് ചെയ്തേക്കുന്നത്. 5 പോയിൻ്റ് നമുക്ക് അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നല്ല വീതിയുള്ള ചവിട്ടുപടിയുള്ള ബാക്ക് ഫുഡ് റെസ്റ്റും സാരി ഗാർഡാണ് വണ്ടിക്ക് വരുന്നത്. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ വണ്ടിക്ക് വരുന്നുണ്ട്. 4 സ്പീഡ് ട്രാൻസ്മിഷനാണ് വരുന്നത്. 172 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. അത്യാവശ്യം നമ്മുടെ കേരളത്തിലെ ഹമ്പുകളിലൊന്നും ചാടിയാൽ തന്നെ വണ്ടി അടിയിടിക്കില്ല. ഇതാണ് ആ കാണുന്നത്. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫിൻ്റെ സെൻസറാണ് ആ കാണുന്നത്. വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്ക് OBD2 സെൻസർ അവിടെ കാണുന്നുണ്ട്. ആ ഒരു റെഡിൽ വരുന്നത്. കാറ്റലിക് കൺവെർട്ടറാണ് ഇപ്പോഴത്തെ സൈഡിൽ കാണുന്നത്. സെൽഫ് മോട്ടർ അപ്പുറത്തെ സൈഡിൽ വരും. നമ്മുടെ കേരളത്തിൽ റോഡിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി വണ്ടിയാണ്. സസ്പെൻഷൻ വൈസ് ആയാലും എഞ്ചിൻ വൈസ് ആയാലും മൈലേജ് വൈസ് ആയാലും പ്ലാറ്റിന ഞാൻ വളരെ റെക്കമെൻഡ് ചെയ്യുന്ന വണ്ടിയാണ്. സീറ്റ് തന്നെ ഏകദേശം 2 അല്ല 3 പേർക്ക് സുഖമായിട്ടിരുന്ന് പോകാം. ഒരു പ്രീമിയം റിച്ച് ലുക്ക് കിട്ടാനായിട്ടൊരു ഗോൾഡൻ സ്റ്റിച്ചിങ് കൂടെ വരുന്നുണ്ട്. ബാക്ക്
സൈഡിൽ നമ്മൾ എടുത്ത് പറയാവുന്ന കാര്യങ്ങൾ, ടെയിൽ ലൈറ്റ് വരുന്നുണ്ട് റെഡ് കളർ, പിന്നെ അഡ്ജസ്റ്റബിൾ അതായത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അടിപൊളി ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ബാക്ക് ടയർ വരുന്ന 317 സിൽവർ കളറിലുള്ള അലോയ് വീൽ വരും. ടയർ ട്യൂബ്ലെസ് ആണ്. MRFൻ്റെ ആയിരിക്കും മിക്കപ്പോഴും വരുന്നത്. 82,000 രൂപയാണ് ഷൈന് ഓൺ റോഡ് വരുന്നത്. 90,000 രൂപയാണ് പ്ലാറ്റിന 100 വരുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, ഏകദേശം ഒരു 8,000 രൂപ പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. 8,000 രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ എപ്പോഴും പ്ലാറ്റിനയെ റെക്കമെൻഡ് ചെയ്യും. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഹോണ്ട കമ്പനി ഈ 100cc വണ്ടി 82,000 രൂപയ്ക്ക് ഇപ്പോൾ ഇറക്കാൻ ശ്രമിച്ചതിൽ ഒരുപാട് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് വന്നിട്ടുണ്ട്. എന്നാൽ ബജാജ് അതിൽ യാതൊരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പ്ലാറ്റിന എടുക്കാനാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ.